വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. നമ്മളിൽ പലരും സെലക്റ്റീവ് മെമ്മറി ഉള്ളവരാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അതായത് നമ്മൾക്ക് ഉപകാരം ചെയ്തവരെ നമ്മൾ പെട്ടെന്ന് അങ്ങ് മറന്നുപോകും. എന്നാൽ നമ്മളെ വേദനിപ്പിച്ചവരെ, അവരെ മാത്രം നമ്മൾ ഒരിക്കലും മറക്കില്ല. നോമ്പ് കാലത്ത് നമ്മൾ മീനും ഇറച്ചിയും ഒക്കെ ഉപേക്ഷിക്കും. പക്ഷേ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പഴയ പക മാത്രം നമ്മൾ ഒരിക്കലും വെറുതെ വിടാൻ തയ്യാറാകില്ല. അവൻ എന്നോട് കാണിച്ചത് എനിക്ക് മറക്കാൻ പറ്റില്ല എന്നൊരു ന്യായവും നമ്മൾ കൂട്ടിച്ചേർക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നോമ്പ് വെറും ഒരു ഉപവാസത്തിൻ്റെ സമയമല്ല, അതൊരു ഹൃദയ പരിവർത്തനത്തിൻ്റെ സമയമാണെന്നും കൂടി ഓർക്കണം. നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നമ്മുടെ നോമ്പിൻ്റെ വിജയം സാധ്യമാകുന്നത്. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിലൂടെ 1 പത്രോസ് അധ്യായം 3, 8 മുതൽ 12 വരെയുള്ള തിരുവചനത്തിലൂടെ നമ്മോട് പറയുന്നത് ഇതാണ്: തിന്മയ്ക്ക് തിന്മയോ പരിഹാസത്തിന് പരിഹാസമോ പകരം ചെയ്യാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ആരെങ്കിലും നമ്മളെ വഴക്ക് പറഞ്ഞാൽ തിരിച്ചു പറയാൻ 100 വാക്കുകൾ നമ്മുടെ നാവിലുണ്ടാകും. പക്ഷെ വചനം പറയുന്നത് നിശബ്ദത പാലിക്കാൻ മാത്രമല്ല, അവരെ അനുഗ്രഹിക്കാൻ കൂടി പറയുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് പ്രതികാരം ചെയ്യാത്തത്? പേടിച്ചിട്ടാണോ എന്നൊക്കെ ചില ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. എന്നാൽ ഇതിന് ഉത്തരമായി പറയുന്നത് നമ്മുടെ ദൈവം നീതിയുള്ളവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ്. തിരുവചനം തുടരുന്നു: കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ മേലുണ്ട്, അവൻ്റെ ചെവികൾ അവരുടെ പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കുന്നു. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവമുള്ളപ്പോൾ നമ്മൾ എന്തിന് മറ്റുള്ളവരോട് വാദിക്കാൻ പോകുന്നു? ഈ നോമ്പ് കാലത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മളെ മുറിപ്പെടുത്തിയവരുടെ പേര് ഒന്ന് ഓർത്തു നോക്കുക. അവർക്കെതിരെ ഇനി ഒരു വാക്ക് പോലും പറയുകയില്ലെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തേത്, അവർക്ക് നന്മ വരണമെന്ന് മാത്രം പ്രാർത്ഥിക്കുക. പ്രതികാരം ചെയ്യുമ്പോൾ നമ്മൾ ശത്രുവിനോളം താഴുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്ഷമിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോളം വളരുന്നു. ക്രിസ്തു കുരിശിൽ കിടന്ന് ചെയ്തതും ഇതുതന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള വലിയ മനസ്സ് എനിക്ക് നൽകണമേ. എൻ്റെ നാവിലൂടെ തിന്മയോ ശാപമോ അല്ല, മറിച്ച് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം പുറപ്പെടട്ടെ. അങ്ങയുടെ നീതിയിൽ വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.